ഫേസ്ബുക്കിൽ എന്ത് ചെയ്താ തായോളി മോനെ നീ പറഞ്ഞത് എഴുതണത് നീ കണ്ടോ ഞാൻ തരുന്നതല്ല അല്ലൂല്ല എന്റെ കയ്യിൽ നിന്ന് ഹിന്ദിക്കാനുണ്ടല്ലോ ഇവിടെ ഇരിക്കാനായിട്ട് നീ കിടാതെ മോനെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കുറേ മരവാഴകളുണ്ട് കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമല്ലാതെ വരും. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുറച്ചധികം എണ്ണം റീൽസ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കും ഇല്ലെന്നേ. കുറച്ചെണ്ണം ഉണ്ടെന്നേ. നമ്മുടെ ആറാട്ടെണ്ണൻ, അലിൻ ജോസ് പെരേര, അതുപോലെ തന്നെ വിഷ്ണുവോ അങ്ങനെ ഏതാണ്ട് പേരുള്ള ഒരു പൈനാപ്പിൾ എണ്ണൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ, അതുപോലെ കുറച്ചെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് അട്ടായോ അങ്ങനെ ഒരു സാധനവും കൂടി കിടപ്പുണ്ട്. ഇതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന്റെയൊക്കെ കൂടെ കുറെ പെണ്ണുങ്ങളുണ്ടാവും. ഈ പെണ്ണുങ്ങളെയൊക്കെ എവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ശരിക്കും ഇവന്റെയൊക്കെ വീഡിയോയുടെയൊക്കെ കമന്റ് ബോക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കമന്റ് ബോക്സിനകത്ത് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പെറ്റ് തള്ള പൊറുക്കൂല. അമ്മാതിരി അപരാധമാണ് വിളിക്കുന്നത് ഇവനെയൊക്കെ. ശരിക്കും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ റീൽസ് എന്ന പേരാണ്, ഫേക്ക് റീൽസ്. പക്ഷെ കാണിച്ചു കൂട്ടുന്നത് അപരാധം. ഇതൊക്കെയല്ലേ പിള്ളേരൊക്കെ കണ്ടുവെക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തില് തൂഫാനൊക്കെ വന്നു, ഡ്രഗ്സിനൊക്കെ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതുപോലെയുള്ള കുറച്ചെണ്ണം ഉണ്ട്. ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിലാണ് ഇതുപോലെ കുറെ കാട്ടപരാധങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇതിനെയൊക്കെ ബാൻ ചെയ്യണം. ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം പുള്ളി വേണ്ടാന്ന് വെക്കണം. ഇൻസ്റ്റാഗ്രാമും വേണ്ട, ഒരു കോപ്പും വേണ്ട. എന്തിനാ ഈ തേങ്ങാക്കൊലയൊക്കെ? യൂട്യൂബിനാണെങ്കിൽ ഒരുപാട് പോളിസികളുണ്ട്. ആ പോളിസികൾക്കുള്ളിൽ നിന്നിട്ടൊക്കെ ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ വേണേലും അഴിഞ്ഞാടാം. ആരിയ്ക്കുന്നു ചോദിക്കാനും പറയാനും. അതിനൊരു പോളിസി ഇല്ല, ഒരു തേങ്ങയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഓരോന്നും സെഞ്ചുറി അടിക്കാറായ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോന്നും തൈക്കളവിമാരാണ് കേട്ടോ. ഇവന്മാരുടെയൊക്കെ കൂടെ വരുന്നത് എല്ലാണോ തൈക്കളവികൾ തന്നെയാണ്. ഇതിനൊക്കെ വീടും കൂടും കുടുംബമൊന്നും ഇല്ലേ എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. അത് വീട്ടിലുള്ളവരെയൊക്കെ അടിച്ച് കാലുമടക്കി അടിച്ച് കളഞ്ഞിട്ട് വരുന്നതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും വല്ലാത്ത തൊലിക്കട്ടി തന്നെ കേട്ടോ. ഈ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ കേൾക്കാനെങ്കിലും കൊള്ളാം. ഇത് മുതുക്ക് സാധനങ്ങൾ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ. അപ്പൊ പുതിയതായിട്ട് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പെരേര ഇല്ലേ, പെരേര പൈനാപ്പിൾ എണ്ണനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഒരു സംഭവം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പെരേര എന്തിനാണ് തെറി വിളിച്ചതെന്നൊന്നും നമുക്കറിയില്ല. അതേക്കുറിച്ചിട്ട് ആദ്യം കാട്ടായം വന്നിട്ട് പറയുന്നത് കേൾക്കാം കേട്ടോ. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മൾ അലിൻ ജോസ് പെരേര ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുള്ളിക്ക് പ്രഷർ കയറി. അന്നേരം ഒരു തെറി പറഞ്ഞു. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായത് എല്ലാവരും അറിഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ പുള്ളിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറിയാണ് പുള്ളി തെറി പറഞ്ഞാണ് പറയുന്നത്. ആരെയും കൊള്ളിച്ചോണ്ടെന്ന് പറഞ്ഞല്ല, അത് പെട്ടെന്ന് വിളിച്ചു പോയി എന്നാണ് പുള്ളി പറയുന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവരൊക്കെ നേരത്തെ ഒരു സുഹൃത്തുക്കളാണ്. എന്തൊക്കെ ഒരു തെറ്റിദ്ധാരണ പേരിൽ നടന്നൊരു വഴക്കാണ് ഇന്നലെ നടന്നത്. അപ്പോൾ പിന്നെ പുള്ളി വേറെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലൊക്കെ പുള്ളിനെ കളിയാക്കി വീഡിയോ ഇടുവാണെങ്കിൽ പുള്ളി പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ശക്തമായിട്ട് പ്രതികരിക്കും. അതിനുള്ള ആളുകളും പുള്ളിയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എന്തൊക്കെയോ തെറ്റിദ്ധാരണ പേരിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അലിൻ ജോസ് പെട്ടെന്ന് തെറി വിളിച്ച് പോയതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എല്ലാവരോടും പുള്ളി പറയാണ് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ വിളിച്ച് പറഞ്ഞ ചേട്ടാ പെട്ടെന്ന് സംഭവിച്ചു പോയി, നമ്മുടെ കൂട്ടുകാരനാണോ അല്ലെങ്കിൽ നമ്മുടെ മിത്രമാണ് ശത്രുവാണോ നോക്കിയില്ല, പെട്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്നാലും അതുപോലെ തന്നെ പുള്ളി തീരുമാനം ആരെങ്കിലും പുള്ളിനെ കുറിച്ച് എന്തെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. പുള്ളിയുടെ കുറേ ആളുകളൊക്കെ ഉണ്ട്, സ്ട്രോങ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് യൂട്യൂബേഴ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു ഭയം ഇനി വരും അലിൻ ജോസ് പെരേര എന്ന് കേൾക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ എന്തായാലും ഇനി ഫേസ്ബുക്കിൽ പുള്ളിനെ കുറിച്ച് നല്ലത് മാത്രം എഴുതുക. മോശം എഴുതി കഴിഞ്ഞാൽ പ്രതികരിക്കും, പുള്ളി ശക്തമായിട്ട് പ്രതികരിക്കും. അതെങ്ങനെയാണ് പ്രതികരിക്കുന്നത് പുള്ളിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. പുള്ളിയുടെ കൂടെ നല്ല അടിപൊളി ഗ്യാങ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവരുടെ ഒരു കൈ വീണ് കഴിഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് യൂട്യൂബേഴ്സോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ അലിൻ ജോസ് പെരേരയ്ക്ക് എതിരെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കാണ്ടിരിക്കുക. പുള്ളി തെറി പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്നാണ് പറയുന്നത്. അതിന് പുള്ളി ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ കുറേ മാപ്പോൾ ചേട്ടാ വായിന്നറിയാണ്ട് വന്നു പോയതാണ്, ഞാൻ ആരാന്ന് പോലും നോക്കിയില്ല, പെട്ടെന്ന് എനിക്ക് എന്തൊരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണെന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളി ഇനി ശല്യപ്പെടുത്താൻ വരുന്നത്, ശല്യപ്പെടുത്തി വരുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശല്യത്തിന് പോയത്. അപ്പോൾ പുള്ളിക്ക് എതിരായിട്ട് ഇനി വീഡിയോയോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞാൽ പുള്ളി ശക്തമായിട്ട് പ്രതികരിക്കും. അതെങ്ങനെയാണെന്ന് പുള്ളിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ പോലത്തെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ. അവിടെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ അഭിലാഷ് അട്ടയം പറയുന്നത്, എന്തായാലും ഒരു കുട്ടയം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ആദ്യമായിട്ട് നമ്മുടെ അലിൻ ജോസ് പെരേര തെറി വിളിച്ചു എന്നാണ് പറയുന്നത്. ഇനി അലിൻ ജോസ് പെരേര മിണ്ടാതിരിക്കത്തില്ല, ആരെ വേണമെങ്കിലും തെറി വിളിക്കുന്നു പറയുന്നുണ്ട്. അലിൻ ജോസ് പെരേരയുടെ പിന്നിൽ ഒരുപാട് വലിയ വലിയ ടീംസ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെയൊക്കെ, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഇട്ടുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങ് വന്നേരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇയാളുണ്ടല്ലോ, ഈ ഒരു അഭിലാഷ് അട്ടയത്തെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇയാൾ എങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആന്റിമാരെ സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. എന്തിനാണ്? തെറ്റിദ്ധരിക്കേണ്ട, റീൽസ് ചെയ്യാൻ എന്നൊക്കെയാണ് വെപ്പ്.
പക്ഷെ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ കാണുന്നവർക്ക് ദഹിക്കാത്ത പ്രവൃത്തികളാണ്. കുറെ കുഴിസിതങ്ങൾ പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ റീൽസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്നത്. ഏതൊരു വല്യമ്മയെ കൊണ്ടുവന്നാലും എടുത്ത് പൊക്കി ചന്തിക്ക് പിടിക്കണം. അതാണ് ഇങ്ങനെ കാണിക്കുന്ന ഇയാളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഒരിക്കൽ എന്റെ ലൈവിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, ആ ഒരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ പല രീതിയിലും കുറെ നാളുകൊണ്ടേ വൈറലാവാൻ നോക്കുകയാണ്. ഓരോ തവണയും ബിഗ് ബോസിന്റെ ഒക്കെ ആ ഒരു ഓഡീഷന് സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വൈറലാവാൻ നോക്കും. കിംവദന്തികളാണെങ്കിൽ ഏറ്റവും നല്ലത്, അതല്ലേ ബിഗ് ബോസിൽ പോവാൻ ഏറ്റവും ബെറ്റർ. അങ്ങനെ ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് യൂട്യൂബേഴ്സിനെയൊക്കെ പറയുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കറി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ട് ഇയാളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും കയറി വരുമല്ലോ. അപ്പൊ അതാണ് പുള്ളിയുടെ മനസ്സിലിരിപ്പെന്ന് ആർക്കാ അറിയാത്തത്. അപ്പൊ അത് മാത്രമല്ല, ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേരയുടെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് ചീത്ത വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ചീത്ത വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതേക്കുറിച്ചിട്ടൊന്നും ഇവന്മാർ പറയുന്നില്ല. ഇവരുടെ തന്നെ, അതായത് നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ കൂടെ എപ്പോഴും വാല് പോലെ കാണുന്ന ഒരു പെണ്ണാണ് ഈ പറയുന്ന പമ്പ എന്നൊക്കെയാണ് പറയുന്നത്. പമ്പ, ഈ ഒരു പമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പമ്പ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും വീഡിയോയില് എന്റെ പൊന്നെ വല്ലാത്ത ഒരു തൊലിക്കെട്ടിയുള്ള ഒരു സാധനമാണ് കേട്ടോ. ഡോക്ടറൊക്കെ ആണെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ആർക്കറിയാം, വ്യാജ ഡോക്ടർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്ന് വെച്ചാൽ ഒരു ഡോക്ടർക്കുള്ള യാതൊരുവിധ ക്വാളിറ്റിയും ഇവൾക്ക് ഇല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇവള് വന്നിട്ട് ഈ പറയുന്ന പൈനാപ്പിൾ എണ്ണനെ തെറി വിളിക്കുന്നുണ്ട്, ശരിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്തിനാണെന്ന് അറിയില്ല. ഇനി പൈനാപ്പിൾ എണ്ണ വല്ല കുളിച്ചതും കാണിച്ചോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും കേട്ടു നോക്ക്. നീ എന്താ വിചാരിച്ച ഫേസ്ബുക്കിൽ എന്ത് ചെയ്താ തായ ഒളി മോനെ നീ പറഞ്ഞത് എഴുതണത്? നീ രണ്ടര കോടി ഞാൻ തരുന്നതല്ല, അല്ലൂല എന്റെ കയ്യിൽ നിന്ന് ഹിന്ദിക്കാനുണ്ടോ ഇവിടെ പിടിക്കാനായിട്ട്? നീ കിടാതെ ഉണ്ടായിരുന്നെങ്കിൽ മോനെ നീ എന്താ വിചാരിച്ച ഫേസ്ബുക്കിൽ എന്ത് ചെയ്താ തായ ഒളി മോനെ നീ പറഞ്ഞത്? അപ്പൊ എന്തായാലും നമ്മൾ നോക്കുമ്പോൾ അലിൻ ജോസ് പെരേരയുടെ വീഡിയോയിലൊക്കെ ഇവളാണുള്ളത്. ഇവളും നിമിഷ ബിജു, എന്റെ പൊന്നെ ആ ഒരു പെണ്ണുപിള്ളയെ കുറിച്ചിട്ട് പറയാതിരിക്കുന്നത് നല്ലത്. വലിയ മക്കളൊക്കെ ഉള്ള സ്ത്രീയാണ്, പക്ഷേ ലേശം ഉളുപ്പെന്ന് പറയുന്നത് തോട്ട് തീണ്ടിയിട്ടില്ല. കെട്ടിയോനും കൂട്ടിയോളും ഒക്കെ ആയിട്ട് എന്താ പറയുന്നത്, ഈ ലേശം ഉളുപ്പില്ല. കെട്ടിയോനാണെങ്കിലോ ചാക്കിക്കത്തെ ചങ്കരൻ, അവൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വളർന്നു വരുന്നു, ഇതൊക്കെ മോശമാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത പോലും ഇല്ല. ഇവക്കാണെങ്കിലോ നാണവും ഇല്ല മാനവും ഇല്ല. ഇവളും ഈ പറയുന്ന പമ്പയും കൂടി ചേർന്ന് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ എന്ന് പറഞ്ഞാല് ശരിക്കും ലെസ്ബിയന് പ്രൊമോഷൻ കൊടുക്കുന്നവരാണ് ഇവരെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന പമ്പയും ഈ പറയുന്ന നിമിഷ ബിജുവും കൂടി ചേർന്നിട്ട് ലെസ്ബിയൻ കപ്പിൾസ് എങ്ങനെയാണ് ആ ഒരു മെസ്സേജ് തരുന്ന രീതിയിലാണ് ഇവര് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ ഒരുപാട് വീഡിയോ ഉണ്ടെന്നേ. അതേക്കുറിച്ചിട്ടൊന്നും നമ്മുടെ യൂട്യൂബർമാർക്കൊന്നും ഒന്നും ഇണ്ടാൻ വയ്യ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വായിൽ പഴമാണ് ഈ ഒരു നിമിഷ ബിജുവും പമ്പയും കൂടി കാണിക്കുന്ന ആ ഒരു ലെസ്ബിയൻ ചേഷ്ടകളെ കുറിച്ചിട്ട് പറയാനായിട്ട്. ഒരുപക്ഷെ ഇവളൊക്കെ വന്നിട്ട് സ്ട്രൈക്ക് കൊടുക്കുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പോൾ എന്തായാലും രേണുസുധിയുടെ നെഞ്ചത്തോട്ട് കയറാനാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നല്ല ഊർജ്ജമാണ് നമ്മുടെ യൂട്യൂബർമാർക്ക് രേണുസുധിയുടെ നെഞ്ചത്തോട്ട് കയറാൻ. അതേസമയം ഈ പറയുന്ന ലെസ്ബിയനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇവളുമാരെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഇവർക്ക് ഒറ്റെണ്ണത്തിന് വായി നോക്കില്ലാന്നേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറയുന്ന അലിൻ ജോസ് പെരേര ഈ പൈനാപ്പിളിനെ തക്കാളി എന്നൊരു വിളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അലിൻ ജോസ് പെരേര തക്കാളി എന്ന് വിളിച്ചപ്പോഴേക്കും പൈനാപ്പിൾ പേടിച്ചോടി. പൈനാപ്പിൾ എന്തായാലും പിന്നീട് നിന്നില്ല, പൈനാപ്പിൾ പോകുന്നതാണ് കണ്ടത്. അത്രയും വലിയ വണ്ണവും പൊക്കമൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ദാസ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോഷ്യൽ മീഡിയയിലെ ചവറുകൾ എന്നല്ലാതെ ഇതിനെയൊന്നും മറ്റൊന്നും പറയാനായിട്ടില്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, ഈ ഒരു അഭിലാഷ് ഷട്ടയത്തിനോട് പറയാനുള്ള ഒരു കാര്യമാണ്. എന്റെ പൊന്നു സഹോദരൻ ഒന്ന് ആ തലമുടിയൊക്കെ ഒന്ന് വെട്ടി, ആ ഒരു താടിയൊക്കെ വെട്ടി ഒന്ന് വൃത്തിയായിട്ട് ഒരു മനുഷ്യകോലത്തിൽ നടക്ക്. അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ ഒത്തിരി പേര് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് നിങ്ങളെ തെറി വിളിക്കുകയും നിങ്ങളെ ആക്ഷേപം പറയുകയും കരടി കുളിക്കില്ല നാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ഒന്ന് വൃത്തിയായിട്ട് നടക്കുക. ഒന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.